അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ ഏർവാടിയിൽ നിന്ന് കമുതി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കമുതിയിലുള്ള പരിശുദ്ധമായ ഒരു ദർഗ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സിയാറത്ത് ചെയ്യുന്നതും അല്ലാത്തതുമായ മുഴുവൻ മഹാരഥന്മാരുടെയും മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. 200 മീറ്റർ കഴിയുമ്പോൾ ഇടത്തോട്ട് തിരിയുക. നമ്മളെ ഷിയാബിക്ക കൂടെ ഉണ്ട്, കൂട്ടത്തിൽ നമ്മുടെ ആട് സ്നേഹി. പിന്നെ പുതിയൊരാളുണ്ട് അഫ്സൽ ഉസ്താദ്. അഫ്സൽ ഉസ്താദിന് ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, പാട്ടൊക്കെ പാടുന്ന വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് അഫ്സൽ ഉസ്താദ് നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പാടും, സ്റ്റിയറിംഗും താളം പിടിച്ചിട്ട് അല്ലേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. أنا السلطان إبراهيم اسمي إلى خير البرية انتمائي مرادي يا مرادي يا مرادي مرادي سيد إبراهيم مرادي കാണണം ആ കരൽ കൂട്ടിലൊരിടം നൽകണം മഹബൂബേ മഹബൂബേ ഒന്നു കാണണം ആ കരൽ കൂട്ടിലൊരിടം നൽകണം എൻ കനവിലെത്തണം എൻ നിലവിൽ കൂടണം എൻ കനവിലെത്തണം എൻ നിലവിൽ കൂടണം ഈ നോവുരയും ഖൽബിൽ അനുരാഗം തീർക്കണം മഹബൂബേ മഹബൂബേ ഒന്നു കാണണം ആ കരൽ കൂട്ടിലൊരിടം നൽകണം മദീന വഴികളിന്നതത്ര സുന്ദരം അംലാക്കു കാവലാണതാണു അന്തരം മദീന വഴികളിന്നതത്ര സുന്ദരം അംലാക്കു കാവലാണതാണു അന്തരം നീതി പരുത്തും ലോകമില്ലൊരു തീരം ശാന്തി തരും മെഹബൂബാണിതിൻ താരം മഹബൂബേ മഹബൂബേ ഒന്നു കാണണം ആ കരൽ കൂട്ടിലൊരിടം നൽകണം യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുണ്യമദീനായിൽ വരേണം ആ പച്ച കുബ്ബ ചോടയെത്തണം എൻ ഖൽബിൽ നോവതൊക്കെ തീർക്കണം യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുണ്യമദീനായിൽ വരേണം ആ പച്ച കുബ്ബ ചോടയെത്തണം എൻ ഖൽബിൽ നോവതൊക്കെ തീർക്കണം അങ്ങു ജീവിച്ചുള്ള കാലം ജന്മം കൊണ്ടതില്ല ഞാൻ അങ്ങയെ കണ്ടവരെയും കണ്ടതുമില്ലല്ലോ ഞാൻ അങ്ങു ജീവിച്ചുള്ള കാലം ജന്മം കൊണ്ടതില്ല ഞാൻ അങ്ങയെ കണ്ടവരെയും കണ്ടതുമില്ലല്ലോ ഞാൻ എന്തൊരു ഹതഭാഗ്യനാണു ഞാൻ ആ പൂമുഖമൊന്നെന്നു കാണും ഞാൻ എന്തൊരു ഹതഭാഗ്യനാണു ഞാൻ ആ പൂമുഖമൊന്നെന്നു കാണും ഞാൻ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുണ്യമദീനായിൽ വരേണം ആ പച്ച കുബ്ബ ചോടയെത്തണം എൻ ഖൽബിൽ നോവതൊക്കെ തീരണം
இப்போ எத்தனை தர்கா இருக்கு இங்க? 2 தர்கையா இங்க? தர்கா எத்தனை தர்கா இருக்கு? 4 தர்கா இருக்கா? ஆ ஆ சரி சரிங்க, നന്ദിங்க. ശരി. അങ്ങനെ കമുദി എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ടവരുടെ മക്ബറയുടെ തൊട്ടടുത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. മുഹമ്മദ് മുഹിയുദ്ദീൻ പിച്ചൈ വാപ്പ ദർഗ എന്നാണ് ഈ ദർഗയുടെ പേര്. ഇവിടെ മൊത്തം 2 ദർഗയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ദർഗ ചെറിയ ദർഗയാണ്. ഇത് കൂടാതെ വലിയൊരു ദർഗ ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ബഹുമാനപ്പെട്ടവരെ സിയാറത്ത് ചെയ്തതിന് ശേഷം അവിടുത്തെ ചരിത്രങ്ങളും ബാക്കിയുള്ള വിശേഷങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവർ ഇവിടെ പരിസരവാസികളായ ആളുകളുടെ വീടുകളിൽ വലിയ പ്രയാസങ്ങളും അതുപോലെ രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ആ വീടുകളിൽ എത്തിപ്പെടുകയും ആ പ്രയാസം ഇന്നാലിന്ന ദിവസം നീങ്ങിപ്പോകുമെന്ന് അവരോട് മുന്നറിയിപ്പ് കൊടുക്കുകയും അപ്രകാരം അവിടെ നിന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം പറയുന്ന ആ ഒരു ഡേറ്റിൽ, ആ ഒരു ദിവസത്തിൽ അവരുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ ഇവിടുത്തെ ഖാദിമീങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മഖ്ബറയുടെ തൊട്ടപ്പുറത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൻ മറ്റൊരു മഹാൻ കൂടി മറവിട്ട് കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ മഖ്ബറയുടെ മുൻഭാഗത്ത് ഒരു കല്ല് കാണാനുണ്ട്. ആ കല്ല് വിഷക്കല്ല് എന്ന പേരിലാണ് ഇവിടെയൊക്കെ അറിയപ്പെടുന്നത്. പ്രയാസങ്ങളും രോഗങ്ങളും അതുപോലെ ശൈത്വാനീയത്തായ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ആ കല്ലിൽ കയറി നിന്നാൽ അത് ശിഫയാകാൻ കാരണമാണ്. അത്തരത്തിലുള്ള പൈശാചികമായ പ്രശ്നങ്ങൾ ഉരുകിപ്പോകും ആ കല്ലിൽ നിന്നാൽ എന്നൊക്കെ പറയപ്പെടുന്നു. അത്രയും പ്രാധാന്യമുള്ള കല്ലാണ് പ്രസ്തുത കല്ല്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കാണാം. ഒരുപാട് കറാമത്തുകളുള്ള മഹാനാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത്. ഇവിടുന്ന് റോഡ് സൈഡിലുള്ള കടകൾക്കരികിലൂടെയൊക്കെ ചില സമയത്ത് ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട് അത്ര. അങ്ങനെ ഈ ചായക്കടകളിൽ നിന്നും മറ്റുമൊക്കെ ചൂടുവെള്ളം വാങ്ങിയതിന് ശേഷം ആ ചൂടുവെള്ളം പുറത്തേക്ക് അവിടുന്ന് അലക്ഷ്യമായി ഇങ്ങനെ വലിച്ചെറിയുകയും പുറത്തേക്ക് ഒഴിച്ച് കളയുകയും ആ ഒഴിച്ച് കളഞ്ഞ ഭാഗങ്ങളിലെല്ലാം വല്ലാത്ത സുഗന്ധം അനുഭവപ്പെടുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഈ പരിസരവാസികളായ ആളുകളും അതുപോലെ മഖ്ബറയിലെ ഖാദിമീങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ കറാമത്തായി പറയാറുണ്ട്. അതുപോലെ വല്ലാതെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന വീടുകളിലേക്ക് വിളിക്കാത്ത അതിഥിയായി ഇവിടുന്ന് കടന്നു ചെല്ലുകയും നിങ്ങളുടെ ഇന്നാലിന്ന പ്രശ്നം ഇന്നാലിന്ന സമയത്ത് തീരും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും അപ്രകാരം തന്നെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകാറുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവർകളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ കമുദിയിൽ തന്നെ മറ്റൊരു മക്ബറ കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതാണ് കമുദിയിലെ പെരിയ ദർഗ എന്നറിയപ്പെടുന്ന ദർഗ. ഇൻഷാ അല്ലാഹ് ആ മക്ബറയുടെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ചരിത്രങ്ങളും ഒക്കെയായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.